ആശുപത്രിയിൽ കഴിയുന്ന ഷാഫി പറമ്പിൽ എംപിയെ വിളിച്ച് പ്രിയങ്ക ഗാന്ധി ഫോണിൽ വിളിച്ച് ഷാഫിയുടെ ആരോഗ്യ വിവരങ്ങൾ തേടി. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും ഷാഫി പറമ്പിലിനെ വിളിച്ചിരിക്കുകയാണ്. നേതാക്കൾ ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരുന്നത്. പോലീസ് ലാത്തിചാർജ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞെടുത്താണ് ആ ദൃശ്യങ്ങൾ വ്യക്തമായും കാണാം. ഷാഫിയെ മുന്നിൽ നിന്ന് ഷാഫി എന്നറിഞ്ഞുകൊണ്ട് തന്നെ 2-3 തവണ മർദ്ദിക്കുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രിയിൽ തുടരുന്നു. 3 മണിക്കൂർ വേണ്ടിവന്ന ശസ്ത്രക്രിയ എന്നൊക്കെയാണ് KC വേണുഗോപാൽ പറഞ്ഞത്. എന്താണ് ഇപ്പോൾ നൽകാവുന്ന വിവരങ്ങൾ? സ്മൃതി, അങ്ങനെ തന്നെയാണ്. ഇന്നലെ പോലീസിന്റെ ലാത്തി ചാർജിൽ പരിക്കുപറ്റി ഷാഫി പറമ്പിൽ എംപിയെ നേരെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു. പിന്നീട് CT സ്കാനിന് ശേഷമാണ് മൂക്കിന് പൊട്ടലുണ്ട് എന്ന് മനസ്സിലായത്. തുടർന്ന് ഇന്ന് പുലർച്ചെ ഏതാണ്ട് 1 മണി സമയത്ത് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. 3 മണിക്കൂറോളം നീണ്ടുനിന്ന ശസ്ത്രക്രിയയായിരുന്നു. അതിനുശേഷം ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ICUവിലാണ് അദ്ദേഹം ഉള്ളത്. ഒരാഴ്ചയിലധികം അദ്ദേഹത്തിന് വിശ്രമം ആവശ്യമായി വേണമെന്നാണ് ഡോക്ടർമാർ നൽകിയിട്ടുള്ള നിർദ്ദേശവും. അല്പസമയം മുൻപാണ് പ്രിയങ്ക ഗാന്ധി MP ഷാഫി പറമ്പിലിനെ ഫോണിൽ വിളിച്ചത്. കുറച്ചു സമയം ഫോണിലൂടെ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരങ്ങൾ ഉൾപ്പെടെ പ്രിയങ്ക ഗാന്ധി MP ചോദിച്ചറിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടാതെ ഷാഫി പറമ്പിലിനൊപ്പമുള്ളവരുമായും പ്രിയങ്ക ഗാന്ധി സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ഇന്നലെ നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പ്രിയങ്ക ഗാന്ധി ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം വിശ്രമത്തിലാണ്, ഷാഫി പറമ്പിൽ MP വിശ്രമത്തിലാണ് സ്മൃതി. ഒപ്പം തന്നെ നിരവധി നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി സന്ദർശിക്കുന്നുണ്ട്. രാവിലെ മുല്ലപ്പള്ളി രാമചന്ദ്രനും രാജ്മോഹൻ ഉണ്ണിത്താനും കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തെ ഇവിടെ എത്തി കാണുകയും അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഈ പോലീസിന്റെ വാദങ്ങളൊക്കെ പൊളിച്ചുകൊണ്ട് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവരികയും ചെയ്യുന്നത്. അതിൽ കൃത്യമായി തന്നെ ഷാഫി പറമ്പിലിന് പോലീസിന്റെ ലാത്തി കൊണ്ടുള്ള മർദ്ദനമേൽക്കുന്നത് നമുക്ക് കാണുകയും ചെയ്യാം. അങ്ങനെയുണ്ടായ ഒരു മർദ്ദനത്തിലാണ് ഷാഫി പറമ്പിലിന് മൂക്കിന് പരിക്ക് പറ്റുന്നതും തുടർന്ന് അദ്ദേഹത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുന്നതും നിലവിൽ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതും. സ്മൃതി, അഭിജിത്ത് മുഴക്കുന്നതാണ് വിവരങ്ങൾ നൽകിയത്. ഷാഫി പറമ്പിലിനെതിരായ പോലീസ്